മിഡിൽ ഈസ്റ്റിലെ ആകാശം ഇപ്പോൾ വെറുമൊരു യുദ്ധക്കളമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളും അവയെ ചെറുക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളും തമ്മിലുള്ള പരീക്ഷണശാല കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റതെന്ന് വിശേഷിക്കപ്പെടുന്ന US-ന്റെ F-35 സ്റ്റെൽത്ത് പോർ വിമാനം ഇറാൻ തകർത്തു. കഴിഞ്ഞ ആഴ്ച മിഡിൽ ഈസ്റ്റിലെ ഒരു വ്യോമതാവളത്തിൽ US F-35 വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തതോടെയാണ് ഈ ചോദ്യം ഉയർന്നു വന്നത്. യുദ്ധരംഗത്ത് അമേരിക്കയുടെ ആകാശക്കരുത്തിന്റെ നട്ടെല്ലായി കരുതപ്പെടുന്ന ഈ പോർ വിമാനം ഇതാദ്യമായാണ് ഇത്തരമൊരു വെല്ലുവിളി നേരിടുന്നത്. ഒരു വിഭാഗം വിദേശ മാധ്യമങ്ങളും ഔദ്യോഗിക വൃത്തങ്ങളും വിമാനം ഇറാൻ തകർത്തതാണെന്ന് അവകാശപ്പെടുമ്പോൾ അമേരിക്ക ഈ വാദങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച മിഡിൽ ഈസ്റ്റിലെ ഒരു രഹസ്യ താവളത്തിൽ F-35 വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. പൈലറ്റ് സുരക്ഷിതനാണെന്ന് അവർ പറയുമ്പോഴും വിമാനം എവിടെ നിന്നാണ് വന്നതെന്ന കാര്യം അമേരിക്ക രഹസ്യമാക്കി വെക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഒരു പ്രസ്താവന ഇറക്കി. ഞങ്ങളൊരു US പോർ വിമാനത്തെ വെടിവെച്ചിട്ടു. ഇറാൻ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ഒരു വിമാനം തകർന്നു വീഴുന്നതും കാണാം. എന്താണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത? ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35 ഒരു പറക്കും കമ്പ്യൂട്ടറാണ്. ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ ആകാശത്ത് മറഞ്ഞിരിക്കാനുള്ള സ്റ്റെൽത്ത് കരുത്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 360 ഡിഗ്രി കാഴ്ച നൽകുന്ന സെൻസറുകളും അത്യാധുനിക ആയുധങ്ങളുമുള്ള ഈ വിമാനം തകരുക എന്നാൽ അത് അമേരിക്കൻ സൈന്യത്തിന്റെ നട്ടെല്ല് തകരുന്നത് പോലെയാണ്. വിമാനത്തിന് ചുറ്റും 360 ഡിഗ്രിയിൽ കാഴ്ച നൽകുന്ന ക്യാമറകളും സെൻസറുകളുമുണ്ട്. പൈലറ്റിന് ഹെൽമെറ്റിലൂടെ പുറം കാഴ്ചകൾ കൃത്യമായി കാണാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ യുദ്ധഭൂമിയിലെ മറ്റു വിമാനങ്ങളുമായും കപ്പലുകളുമായും തത്സമയം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇതിന് കഴിയും. ഇസ്രയേൽ ഉൾപ്പെടെയുള്ള 20ഓളം രാജ്യങ്ങൾ നിലവിൽ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിമാനം തകർക്കപ്പെടുക എന്നത് അമേരിക്കയ്ക്ക് വെറും ഒരു സൈനിക നഷ്ടം മാത്രമല്ല, വലിയൊരു തിരിച്ചടി കൂടിയാണ്. ഈ യുദ്ധത്തിൽ ഇതിനോടകം തന്നെ അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 12 അതിനൂതന ഡ്രോണുകളും 5 റീഫ്യൂലിംഗ് വിമാനങ്ങളും ഇറാൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ F-35 ആക്രമിക്കപ്പെട്ടു എന്ന ഇറാന്റെ അവകാശവാദം പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വാർത്തകൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും നിഗൂഢതകൾ ബാക്കിയാണ്. ഇറാൻ F-35 വിമാനം തകർത്തു എന്നത് നിലവിൽ ഇരുപക്ഷവും അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു വാദമാണ്. US ഈ തകർച്ച അംഗീകരിക്കാൻ സാധ്യതയില്ല, കാരണം അത് അവരുടെ പ്രതിരോധ വിപണിയെയും സൈനിക ആത്മവിശ്വാസത്തെയും ബാധിക്കും. എന്നാൽ ഇറാൻ പുറത്തുവിടുന്ന ദൃശ്യങ്ങളും വിമാനം അടിയന്തരമായി ഇറങ്ങിയെന്ന സെൻട്രൽ കമാൻഡറിന്റെ സ്ഥിരീകരണവും സംശയത്തിന്റെ വിരലുകൾ US നേരെ തന്നെ നീട്ടുന്നു.